ഹലോ വെൽക്കം ബാക്ക്. ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി കൂവപ്പൊടി വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ 3 ടീസ്പൂണ് കൂവപ്പൊടിയാണ് കേട്ടോ ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തത് സ്കിപ്പായതാണ്. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത് കട്ടകളൊന്നുമില്ല നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് മിക്സാക്കിയ കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കിയ കൂവപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് കട്ടകളൊന്നുമില്ലാതെ തന്നെ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഒരുപാടൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിക്കായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും നല്ല ഫ്രീസായ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല തണുത്ത പാല് ഒരു 3 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നന്നാരി സിറപ്പാണ് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 4-5 ടീസ്പൂണാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ നന്നാരി സിറപ്പത്തിൽ അത്യാവശ്യം മധുരമുള്ളത് കാരണം പഞ്ചസാര നോക്കി പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് സബ്ജ സീഡ്സ് കുതിർത്തും കൂടെ ചേർത്ത് കൊടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ നോമ്പ് സമയത്ത് ഇത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ജ്യൂസാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പഴംപൊരിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പഴം ഞാനിതുപോലെ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല നീളത്തിലായിട്ടാണെങ്കിൽ അപ്പോൾ ഞാൻ പകുതിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്കുള്ള മൈദാമാവ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു 3 ടേബിൾ സ്പൂണ് മൈദാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതാ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലവണ്ണം ഇത് ചൂടായി തുടങ്ങിയാൽ നമുക്കിതിലോട്ട് ഓരോ പഴവും ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ തിരിച്ചു മറിച്ചും ഇട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി എല്ലാ പഴവും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഈ കടലമാവ് ചേർത്ത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാ പഴവും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.